Hey guys, welcome or welcome back to my YouTube channel. So this is Parvati, third year MBBS student. So ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്റെ ജേർണി പറയാനാണ്, എന്റെ നീറ്റ് സ്റ്റോറി പറയാനാണ്. ഞാൻ എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു, ഞാൻ എന്തിനു ചൂസ് ചെയ്തു. നമുക്കറിയാം, ഇപ്പം നീറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. ഓരോ വർഷം കൂടുമ്പോൾ ലക്ഷങ്ങൾ അനുസരിച്ച് കൂടുകയാണ്. ഇത്ര ലക്ഷം പേര് എഴുതുന്നത്, പക്ഷെ ചാൻസ് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ 1% മാത്രമേ ഉള്ളൂ. ആദ്യമേ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കൊച്ചില് തൊട്ട് ഡോക്ടറാണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആര് ചോദിച്ചാലും, റിലേറ്റീവ്സ് ചോദിച്ചാലും, ഫ്രണ്ട്സ് ചോദിച്ചാലും ഞാൻ പറയുന്നത് എനിക്ക് ഡോക്ടറാവണം അങ്ങനെ പറയും. പക്ഷെ എനിക്കറിഞ്ഞൂടാ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടും, എങ്ങനെ ഡോക്ടറാവും എന്നറിഞ്ഞൂടാ. ആര് ചോദിച്ചാലും പക്ഷെ ഞാൻ പറയും ഡോക്ടറാവണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റ്, ഡോക്ടേഴ്സ് അവരോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഈ പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലി അല്ല. എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ടീച്ചേഴ്സ് ഉണ്ട്. എൻ്റെ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സാണ്. എൻ്റെ ബാക്കിയുള്ള കസിൻസ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറും അങ്ങനെയൊക്കെയാണ്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഒറ്റ ഒരാൾ പോലും ഇല്ല. അപ്പൊ എന്നെ ഒന്ന് ഗൈഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ പോലെ പല പല കുട്ടികളും ഉണ്ടാവും ഇത് ആദ്യമായിട്ട് ഇത് നേരത്തെ അറിയാതെ പോയി നമ്മള് ഒരു വർഷം കളയുന്നത്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പേരുണ്ടായിരിക്കും. അപ്പം അതുപോലുള്ള കുട്ടികൾക്ക് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം എന്റെ ഫാമിലിയിൽ നിന്ന് ഞാനാണ് ഫസ്റ്റ് അറ്റം എടുക്കും. എന്ന് വെച്ചാൽ ഞാനാണ് ഫസ്റ്റ് ആയിട്ടൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന കുട്ടി. +1 +2 എത്തി. ഞാൻ +1 +2 ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ എക്സാം ഓറിയന്റഡ് ആയിരിക്കും. NCERT ബേസ്ഡ് അല്ല. NCERT ഓരോ സെന്റൻസും ഇങ്ങനെ വായിച്ചെന്ന് അങ്ങനെയൊന്നും അല്ല. അതെല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ കൂടുതൽ എക്സാം പാസ്സാവണം. അപ്പം എക്സാം നല്ല മാർക്ക് A+ വാങ്ങണം. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമായിരിക്കും. NCERT അധികം ഫോക്കസ് ചെയ്യില്ല. ഇപ്പൊ ഫിസിക്സ് തന്നെയാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാം ഒന്നും പറയില്ല. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ എങ്ങനെ വരുമോ അതിനുള്ള രീതി നമ്മളെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്റെ അച്ഛന് ഇതിനെപ്പറ്റി ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ട്. അപ്പം എന്റെ അച്ഛൻ എന്നെ +1 +2 ലോങ് ടൈമിന് വിട്ടു. ലോങ് ടൈം ഞാൻ ബ്രില്യന്റിലാണ് പഠിച്ചത്. ആക്ച്വലി ഒരു കോട്ടയംകരിയാണ്. അപ്പം പാലാന്ന് പറയുന്നത് എന്റെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 3 മണിക്കൂർ. ഡേ സ്കോളർ ആയിരുന്നു. അപ്പം ഞാൻ ലോങ് ടേം ബാച്ച് ആയതുകൊണ്ട് ഞാൻ ദിവസം എല്ലാ ഞായറാഴ്ചയും പോയി വരും. എല്ലാ ഞായറാഴ്ച മാത്രം പോയി വരും. ഞാനും ഉണ്ട് എന്റെ ഫ്രണ്ട് ആശിത ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഒരുമിച്ചായിരുന്നു കൊണ്ടിരുന്നത്. അപ്പം അവിടെ ഫസ്റ്റ് ഇയർ ഒക്കെ +1 ഫസ്റ്റ് ഒക്കെ പോയപ്പോ ഭയങ്കര ആഗ്രഹം. എന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു വെച്ചാൽ അങ്ങേയറ്റം. എന്ന് വെച്ചാൽ ഇതിനി എനിക്ക് വീട്ടിൽ പോയി വായിക്കേണ്ടി വരരുത്. ആ രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കും. ഇനി ഇതിനു വേണ്ടി സമയം ഇനി വീട്ടിൽ പോയി കളയരുത്. കാരണം അങ്ങനെയൊക്കെ ഭയങ്കര പഠിത്തമാണെന്ന് വെച്ചാൽ ഭയങ്കര പഠിത്തം. ഓരോ ഞായറാഴ്ച രാവിലെ ചെല്ലുമ്പോഴേക്കും രാവിലെ എക്സാം ഉണ്ടായിരിക്കും. 30 മിനിറ്റ്സ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് എക്സാം കൊടുത്തു. വൈകുന്നേരം ആകുമ്പോൾ എക്സാം ഷീറ്റ് കിട്ടും. നമുക്ക് മാർക്ക് കിട്ടും, ആൻസർ കിട്ടും. അപ്പൊ അത് അങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ അതിനൊരു നല്ല മാർക്ക് വേണമെന്ന് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ. എന്നിട്ട് ഞാൻ മാക്സിമം ഫസ്റ്റ് ഇയർ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും പോകും, എല്ലാ ദിവസവും നോട്ട് എഴുതിയെടുക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഏതൊരു പോയിന്റിൽ രണ്ടും കൂടെ മാച്ച് ആവുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ ഭയങ്കര എക്സാം, അപ്പൊ അവിടെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഉഴപ്പിപ്പോയി. അത് എപ്പോഴാന്ന് വെച്ചാൽ +2 കയറി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പോകും, പക്ഷെ അത്ര കോൺസെൻട്രേറ്റഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില ദിവസം ഞാൻ ബ്രില്യൻ ക്ലാസ് ഒഴിവാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് +2 ഫൈനൽ എക്സാം എന്ന് പറയുന്നത് ആ സമയത്തായിരുന്നു തോന്നുന്നു. കൊറോണയോ അങ്ങനെ എന്തോ പ്രശ്നം വന്ന് ഞങ്ങളുടെ 2 എക്സാം മാറ്റി വെച്ചു. മാത്സും ബയോളജിയും മാറ്റി വെച്ചു. ഞാൻ ഫോക്കസ് ചെയ്യുന്ന മാത്സിലായിരിക്കും. കാരണം മാത്സ് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ മറക്കും. അപ്പം ഞാൻ അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. എന്നിട്ട് എക്സാം കഴിഞ്ഞു. 1 മാസം എങ്ങാണ്ടുണ്ട് നീറ്റ് എക്സാമിന്. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ. ഈ ബ്രില്യന്റിന്നാണെങ്കിൽ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസവും മോഡൽ എക്സാം ഉണ്ട്. ഉച്ചയ്ക്ക് മോഡൽ എക്സാമിന് ഇരിക്കുക, എന്നിട്ട് വൈകുന്നേരം വരും. പക്ഷെ എനിക്കിതൊന്നും അറിയാൻ പാടില്ല. നമുക്കറിയാലോ എക്സാമിന് പറഞ്ഞാൽ അവരെന്ന് വെച്ചാൽ NCERT ഓരോ സെന്റൻസും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊക്കെ ചോദിച്ചു ഞാനാണെങ്കിൽ ഫിസിക്സിന്റെ NCERT ഒന്നും വായിച്ചിട്ട് പോലുമില്ല. നമുക്ക് ടീച്ചേഴ്സ് നോട്ട് തരും, അത് എഴുതിയെടുക്കും. ഞാൻ പറഞ്ഞില്ല സ്റ്റേറ്റ് സിലബസിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചിട്ടുണ്ട്. NCERT അല്ല തൊട്ട് നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഈശ്വര ഇത് നടക്കാൻ പോകുന്നില്ല. പക്ഷെ കെമിസ്ട്രി ഒക്കെ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി വലിയ ധാരണയില്ലെങ്കിലും അത്യാവശ്യം ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുമായിരുന്നു. കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. ബയോളജി ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ NCERT ഓരോ കോർണറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയൊന്നും അല്ലടേ. കാരണം നമുക്ക് തന്നെ തലവേദന എടുക്കും. ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടപ്പോൾ ഇത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു.
പക്ഷെ അതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ നീറ്റിന് ചോദിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ മോഡൽ എക്സാം എല്ലാ ദിവസം അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നീറ്റ് നന്നായിട്ട് എഴുതാൻ പറ്റും. കാരണം കൊറോണ സംബന്ധിച്ച് നമുക്ക് അവധിയാണ്. വീട്ടിലാണ്. പിന്നെ പതിയെ ടെക്സ്റ്റ് ഓർക്കാൻ തുടങ്ങി. ടെക്സ്റ്റ് നോക്കി പക്ഷെ എവിടെയാണ് കണ്ടെത്താൻ തന്നെ എനിക്ക് പാട്. അങ്ങനെ തന്നെ കുറെ സമയം പോകും. അത് കഴിഞ്ഞ് ഗൂഗിളിൽ തപ്പാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒന്നും പോയി എഴുതിയിട്ട് കാര്യമില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശ്വര ദൈവമേ കറക്കി കുത്തി എങ്ങനെയും നല്ല മാർക്ക് കിട്ടണേ. പക്ഷെ വലിയ അത്ഭുതം സംഭവിച്ചില്ല. നീറ്റിന്റെ ദിവസം എത്തി. അപ്പൊ നമുക്കറിയാലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മറ്റേ സീക്വൻസോ സിപ്പോ അതുപോലത്തെ ഒന്നും പാടില്ല ഡ്രസ്സിന്. പുറത്തെ ഇയറിങ്സ് അങ്ങനെ മെറ്റൽ ഐറ്റംസ് അതുപോലത്തെ ക്ലിപ്സ് ഒക്കെ അതൊന്നും പറ്റില്ല. ഫസ്റ്റ് ആയിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുമ്പം എന്ന് വെച്ചാൽ 2020 ഞാൻ ഫസ്റ്റ് ആയിട്ട് നീറ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പം എനിക്കറിയാം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ ചുമ്മാ പോയി എഴുതി. കാരണം എന്നാലേ എനിക്ക് ഇനി ഒരു തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് അറിയണം എങ്ങനെ ക്വസ്റ്റ്യൻ വരും. അതൊക്കെ എനിക്ക് അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു ഫസ്റ്റായിട്ട്. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് പോയി എഴുതി. ഞാൻ വലിയ ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് ഞാൻ 1-2 മണിക്കൂറിലൊക്കെ എഴുതി കഴിഞ്ഞ് ബാക്കിയുള്ളവരിങ്ങനെ പുജിച്ച് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പോയി എഴുതി. എന്ന് വെച്ചാൽ അതാണ്, നിങ്ങളുടെ അടുത്തുള്ള ഒരാളെ ശ്രദ്ധിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. ശ്രദ്ധിക്കരുത്. ഇനി ശ്രദ്ധിച്ചു ചെന്ന് ചിലപ്പോൾ അടുത്തുള്ളവർക്ക് ഒരു കുന്തം അറിയാൻ പാടില്ലായിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ഒന്നും പോകില്ല. അടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ പിടിച്ച് അയ്യോ ആ കുട്ടി 2 മണിക്കൂർ എഴുതി കഴിഞ്ഞു, ഞാൻ എന്താ എഴുതി തീരാത്ത എന്ന് വെച്ചാൽ എന്താണ് ഞാൻ കൊച്ചിനെ എളുപ്പം ചെയ്ത് തീരാത്ത, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അടുത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. ചുമ്മാ വന്ന് ആർക്കും വേണ്ടി എഴുതുന്നതായിരിക്കും ഫസ്റ്റ് ഞാൻ എഴുതിയതുപോലെ. ഫസ്റ്റായിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ചുമ്മാ പോയി എഴുതാതിരിക്കാൻ നോക്കുക. ഫസ്റ്റത്തെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന അതെന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഇനി അടുത്ത റിപ്പീറ്റിന് ചേരുവാണ്. അപ്പം നിങ്ങൾക്ക് വല്ല കോച്ചിങ് സെൻറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. പോരാതെ ഇത്രയും സിലബസ് നമ്മൾ ഒരു തവണ പഠിച്ചു. എൻ്റെ നീറ്റ് എക്സാം കഴിഞ്ഞു. ഞാൻ നീറ്റ് എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഒബിയസ്ലി എനിക്ക് ഇറങ്ങി കിട്ടാൻ പോകുന്നില്ല. അപ്പം പിന്നെ അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. വലിയ അത്ഭുതമൊന്നും നടന്നില്ല. എനിക്ക് 300 കോടി സംതിങ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷത്തി സംതിങ് ആയിരുന്നു തോന്നുന്നു. അപ്പം എനിക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനൊന്നും അല്ല. ഞാൻ ഡോക്ടറിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ എനിക്ക് മനസ്സിലായി എൻ്റെ ഇന്ന് ആ സംഭവം അങ്ങ് വഴുതി പോവാണ്. കാരണം അച്ഛനമ്മ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതിന് അഡ്മിഷൻ തുടങ്ങി, അതിന് അഡ്മിഷൻ തുടങ്ങി, എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ തുടങ്ങി. അപ്പം ഞാൻ ഒരുമാതിരി എനിക്ക് വേറെ ഒരു ഇതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ റിപ്പീറ്റ് എടുക്കാം. അപ്പം അച്ഛനമ്മ ചോദിച്ചു നീ ആലോചിച്ചിട്ട് തന്നെയാണോ? 1 വർഷം പോവും, 1 വർഷം അങ്ങനെയൊക്കെ പറഞ്ഞു. അയ്യോ എനിക്കറിയാൻ പാടുള്ള. അപ്പം എങ്ങനെ ഞാൻ ചൂസ് ചെയ്യും? എനിക്ക് ആ സമയത്ത് ഒന്നും മനസ്സിൽ എനിക്ക് തല കയറുന്നില്ല. അപ്പം പറഞ്ഞില്ല റിപ്പീറ്റ്. ഞാൻ എന്തോ ഒരു ഇത് പറഞ്ഞില്ല, ഞാൻ റിപ്പീറ്റിന് പോവാണ്, എനിക്ക് റിപ്പീറ്റ് മതി, 1 വർഷമല്ലേ കുഴപ്പമില്ല, ഞാൻ എൻ്റെ മാക്സിമം പഠിച്ച് ചെയ്യും. എന്നിട്ട് പിന്നെയാണ് എൻ്റെ സ്കൂളിൽ ഞാനായിരുന്നു സ്കൂൾ ടോപ്പർ. അപ്പം ഞാൻ അതിലൊക്കെ പോകുന്ന നേരത്ത് ഓരോ ആൾക്കാരോ ടീച്ചേഴ്സ് ചോദിക്കും ആൾക്ക് എന്തൊക്കെ എടുത്തെന്നൊക്കെ ചോദിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എഞ്ചിനീയർ എടുത്തു, ചില ആൾക്കാർ ബയോകെമിസ്ട്രി എടുത്തു, അങ്ങനെ ഓരോ ഫീൽഡ് അങ്ങനെ അങ്ങ് പറയും. അപ്പം ഞാൻ റിപ്പീറ്റർ കോഴ്സിന്. അപ്പം എന്താ റിപ്പീറ്റർ എടുക്കുന്ന വേറെ ഒന്നും നോക്കുന്നില്ല അങ്ങനെയൊക്കെ ചോദിച്ചു. ഇല്ല ഞാൻ റിപ്പീറ്റർ ഒരു തവണ ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവരും ഇങ്ങനെ എക്സ്പ്രഷൻ ഇടും, അങ്ങനെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈശ്വര അപ്പം എനിക്ക് തവണ എന്തെങ്കിലും കിട്ടിയേ പറ്റും എനിക്ക് അങ്ങനെയായി. പിന്നെ ഓരോ എക്സാം പിന്നെ ഈ റിപ്പീറ്റ് കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് തീരുമാനിച്ചതെന്ന് വെച്ചാൽ ബുക്ക് തുറക്കരുത്, ഗൂഗിൾ നോക്കരുത്. എനിക്കൊന്ന് റിപ്പീറ്റിൻ്റെ ആ സമയത്ത് നമുക്ക് ഓൺലൈനാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം. പക്ഷെ ആ ഒരു തവണ മാർക്ക് വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം 2-3 ക്ലാസ്സിലും അത് നമ്മൾ കാണും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഗൂഗിളോ ടെക്സ്റ്റ് ബുക്കോ ഒന്നും ഞാൻ നോക്കി എക്സാം എഴുതില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. പക്ഷെ എന്നാലും ഗൂഗിളും അതൊന്നും ഞാൻ നോക്കി ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് വെറുതെ വേസ്റ്റ് ആണ്. അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. പക്ഷെ എനിക്കറിയാം ഏതോ ഒരു പോയിന്റ് ഞാൻ ഇച്ചിരി ഡീവിയേറ്റഡ് ആയി പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഫുൾ ടൈം ഞാൻ ഇന്നത്തെ ഇത് ഫസ്റ്റ് ഞാൻ പോയില്ലേ +1 പോയതുപോലെ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. ഇന്ന് പഠിപ്പിച്ച് ഇന്ന് തന്നെ പഠിക്കണം. കാരണം അവരുടെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സിലബസ് കവർ ചെയ്യും. അവർ ഒരു തവണ റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. ഫസ്റ്റ് ഹാഫ് പോർഷൻ വെക്കും, അത് കഴിഞ്ഞ് ബാക്കി ഫുൾ പോർഷൻ, ബാക്കി ഹാഫ്, പിന്നെ ഫുൾ പോർഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാം കവർ ആവും. അവരുടെ ഷെഡ്യൂൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തന്നെ എനിക്ക് നീറ്റിന്റെ ഞാൻ
പ്ലാൻ ചെയ്യുന്നതിനേക്കാളും അവരുടെ ഇത് സ്കീമും അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എനിക്ക് നീറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ അങ്ങനെ അവര് പറയുന്ന ഷെഡ്യൂള് അതുപോലെ തന്നെ പോയി. എന്നുവെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ആദ്യം തൊട്ടേ റിപ്പീറ്റ് ആയപ്പോഴും വായിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് ഫിസിക്സിന് NCERT വായിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് തുടങ്ങണം. എപ്പം എപ്പം നിങ്ങൾ റിപ്പീറ്റിന് ചേർന്നോ അന്ന് തൊട്ട് ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും അങ്ങനെ തുടങ്ങണമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ തുടങ്ങിയില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾ ഇപ്പൊ വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക ഫിസിക്സിന്. അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. ഇപ്പൊ വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അവർ പറയുന്ന പോലെ ഫോളോ ചെയ്യും. എക്സാം എന്ന് പറയുമ്പോഴും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയാണ്. മൂന്നിന്റെ എക്സാം ഒരുമിച്ച് നടത്തും മോഡലൊക്കെ. ഇപ്പൊ ഫസ്റ്റ് ഓരോ സബ്ജക്ട് വെച്ചായിരുന്നെങ്കിലും പിന്നെ 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 3 സബ്ജക്ട് ഒരുമിച്ച്. അപ്പൊ നമ്മൾ ഓരോ ദിവസം 3 സബ്ജക്ട് പഠിക്കും. 3നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ എന്താന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്സിന്റെ മാർക്കും കെമിസ്ട്രിയുടെ മാർക്കും രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ബയോളജിയുടെ മാർക്കാണ്. അപ്പം ബയോളജിക്കാണ് കൂടുതൽ 360, 720 360 ബയോളജിക്കാണ്. അപ്പൊ ബയോളജിക്ക് എല്ലാവരും കൂടുതൽ ഫോക്കസ് കൊടുക്കും. അതെ, നിങ്ങൾ കൂടുതൽ ബയോളജിക്ക് തന്നെ കൊടുത്തോ, പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും കൂടുതൽ കൊടുത്തോ. കാരണം നമ്മൾ എത്ര വായിക്കുന്നോ അത്രയും തന്നെ മറന്നു പോകുന്ന സബ്ജക്റ്റാണ് ബയോളജി. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി അങ്ങനെയല്ല. ഞാനാണെങ്കിൽ കെമിസ്ട്രി, എനിക്ക് മെക്കാനിസം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മെക്കാനിസം ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, PF ബ്ലോക്ക് അങ്ങനത്തെ ബ്ലോക്കൊക്കെ. അപ്പം എന്തോ മടിയാണ്, എത്ര വായിച്ചാലും എനിക്ക് ഓർമ്മ വരില്ല, അങ്ങനെ ഒരു ഇത്. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ ഇതായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ മെക്കാനിസം ഞങ്ങളെ ബ്രില്യൻ്റ് പഠിച്ച സാറ് നല്ല സാറായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും എനിക്ക് ചെയ്യാൻ എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതിങ്ങനെ വരും, ഇതിങ്ങനെ കറങ്ങി വന്നു, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം മെക്കാനിസം വൈസ് ഞാൻ ഓക്കെ ആയിരുന്നു. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അറിയാമല്ലോ എന്ത് വേണേലും വരാം. പക്ഷേ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ബ്രില്യൻ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, NCERT ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വെളിയിൽ നിന്ന് ബുക്ക് വാങ്ങിച്ച് അതും ഞാൻ ഓർഗാനിക്കിന് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ബയോളജിക്ക് നിങ്ങൾ NCERT വിട്ട് പോകേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ഇപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്, ഔട്ട്സൈഡ് NCERT പഠിക്കാൻ പോവുക. പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം NCERT മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പം അത് അങ്ങനെ വായിച്ച ബയോളജി വെറുതെ സമയം കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഫിസിക്സും കെമിസ്ട്രിക്കും നിങ്ങൾക്ക് ഈക്വലായിട്ട് ടൈം കൊടുക്കുക. ഫിസിക്സ് ചെയ്ത് പഠിക്കുക. പക്ഷേ ഇപ്പോൾ നമുക്ക് തെറ്റിയാലും അറ്റ്ലീസ്റ്റ് ബേസിക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഫിസിക്സ് ഓൾമോസ്റ്റ് നമ്മുടെ കൈ നിൽക്കും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് എഴുതും. ഓരോ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞില്ല, പഠിക്കുമ്പോൾ ഞാൻ ഇക്വേഷൻ ബുക്കിൽ എഴുതും, പിന്നെ അത് റിവൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ്. പക്ഷേ ആ ഇക്വേഷൻ ബുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രിക്ക് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓർഗാനിക് ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് റിയാക്ഷൻ ഒക്കെ ഒരു ബുക്ക് എഴുതിയിടുമായിരുന്നു. അപ്പം നിങ്ങൾ ഫിസിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ബുക്ക് കമ്പൽസറി ആണ്. കെമിസ്ട്രി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഗാനിക് ഇൻഓർഗാനിക് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഓർഗാനിക്കിന്റെ ബേസിക് റിയാക്ഷൻ ഒക്കെ എഴുതിയിടുമായിരുന്നു. ബയോളജിക്കാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആ ടെക്സ്റ്റ് ബുക്കിന്റെ NCERT സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവും. അവിടെ ഇതിൽ നിന്ന് എന്ത് വരാം അതൊന്ന് സൈഡിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ മറിച്ച് പോകുമ്പോൾ ഫുൾ വായിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഈ പോയിന്റിലൂടെ മറിച്ച് പോയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 മണി തൊട്ട് 4 മണി വരെ ആയിരിക്കും എക്സാം. എന്ന് വെച്ചാൽ നമ്മൾ അത്ര നേരം ഇരുന്ന് പഠിക്കണം. അപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് പഠിക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് നീറ്റിനാണെങ്കിലും ഇരിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരില്ല. 3 മണിക്കൂർ അടുപ്പിച്ചിരിക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ പഠിക്കുകയാണെങ്കിലും 3 മണിക്കൂർ ഇരിക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കാൻ നോക്കുക. ഇത്ര നേരം ഒന്നും പോയില്ലെങ്കിൽ കുറച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ടൈം കൂട്ടി വരും ലാസ്റ്റ് ആകുന്നേരത്തിന്. നിങ്ങൾ ഒരിക്കലും, ഞാനും വിചാരിക്കുന്നതാണ് ഈശ്വരി ഈ എക്സാം എഴുതിയിട്ട് എന്തിനാണ്, ആ സമയം കൊണ്ട് എനിക്ക് വല്ലതും വായിക്കാം. എൻ്റെ മണ്ടത്തരം നിങ്ങൾക്ക് വേണമെങ്കിലും പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഈ എക്സാം എഴുതിയ സമയത്ത് എന്താണ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നാൽ ആ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയം കൊണ്ട് ചിലപ്പം ഒരു ചാപ്റ്റർ വായിച്ചിരിക്കും, അല്ലെങ്കിൽ 3 മണിക്കൂറല്ലേ, ഒരു 2-3 ചാപ്റ്റർ വായിക്കുമായിരിക്കും. ബയോളജി ഒരു ചാപ്റ്റർ, ഫിസിക്സ് ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ആകപ്പാടെ 3 ചാപ്റ്റർ കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ നിന്ന ക്വസ്റ്റ്യൻ വരും. ആ തെറ്റിക്കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന നേരത്ത് ഫുൾ സിലബസിലൂടെയാണ് ഒരു തവണ നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ ആ സമയത്ത് നമുക്ക് തല കയറില്ല, ഇതിപ്പോൾ എഴുതിയിട്ട് എന്തിനാ. പക്ഷെ ചുമ്മാ എക്സാം എഴുതിയിട്ട് കാര്യമില്ല. എക്സാം എഴുതി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആൻസർ ചെയ്യും നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് പറയാം, നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് കാര്യമുള്ളൂ. അല്ല ചുമ്മാ എക്സാം എഴുതിയിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ എഴുതിയിടുമായിരുന്നു. അത് കഴിഞ്ഞ് തെറ്റിപ്പോയതൊക്കെ ഒരു ബുക്കിലൊക്കെ എഴുതിയിടാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ എപ്പോഴും നടക്കില്ല. എൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. പക്ഷെ അങ്ങനെ നടത്തണം ദാറ്റ് ഡേ
ആ ഡേ അങ്ങ് വന്നു. അപ്പൊ എന്താ വെച്ചാൽ തലേദിവസം തന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചാണ്. പക്ഷെ ഒരു കോപ്പി ഫോട്ടോയും കൂടെ വേണമായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ഒരു കോളം ഫില്ല് ചെയ്യാനുള്ള ഫോട്ടോ എൻ്റെ ഇല്ല. അപ്പൊ ഞാൻ അയ്യോ ഇനി എന്ത് ചെയ്യും, ഞാൻ ടെൻഷനായി, എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് അവിടെ നിന്ന് എന്നെ സെപ്പറേറ്റ് വിളിച്ചുകൊണ്ട് പോകുന്നു, എന്നിട്ട് വേറെ ഫോട്ടോ എടുക്കുന്നു, അത് കൊണ്ടിരുന്നു, അത് മാറ്റി ഒട്ടിക്കുന്നു. എന്റെ പോയ സമയം, ഞാൻ എന്നിട്ട് പാനിക്കാവുന്നു. അങ്ങനെ തന്നെ ടെൻഷൻ അടിച്ച് കുറെ സമയം പോയി. കാരണം നമ്മള് നീറ്റിന്റെ തലേദിവസം ആ ദിവസം പറഞ്ഞ പാനിക് അറ്റാക്ക് വരെ നമുക്ക് വേണമെങ്കിൽ വരാം. അപ്പൊ ഇങ്ങനെ എല്ലാരും സൂക്ഷിക്കുക. നമ്മള് എന്തൊക്കെ എടുത്തു വെക്കാൻ പറയുന്നു അതൊക്കെ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണം തന്നെ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കുറെ സമയം പോകും, നമുക്ക് ടെൻഷൻ ആവും. ഇപ്പൊ അവിടെ കയറി നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും ഓരോ കോളൊക്കെ മാറിപ്പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അതിന്റെ ടെൻഷൻ, ഇനി അത് വാല്യൂ ചെയ്യുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പം ഓരോ നമ്പർ മാറിപ്പോയിട്ടൊക്കെ വാല്യൂ ചെയ്യാത്തതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവിടെ എക്സാം ഹോളിൽ ചെന്നിട്ടുള്ള എക്സ്ട്രാ ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കുക. എന്നിട്ട് പിന്നെ ഒരു കാര്യം, ബാക്കിയുള്ള ആരെയും ശ്രദ്ധിക്കാൻ പോകരുത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നമുക്കതിന് ഓരോ ക്വസ്റ്റിനും 1 മിനിറ്റേ ഉള്ളൂ സമയം. അപ്പൊ ബയോളജി ഫസ്റ്റ് പെട്ടെന്ന് ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ബയോളജി ഫസ്റ്റ് തീർക്കും, അതിന് കെമിസ്ട്രി ആയിട്ട് ലാസ്റ്റ് ആയിരുന്നു ഫിസിക്സ്. അപ്പൊ ഈ സമയത്ത് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയത്ത് ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ബിസ്ക്കറ്റ് കൊണ്ട് തരും, ആ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് അങ്ങനെ ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല. മാക്സിമം ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ, മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം എനിക്കറിയാം എന്റെ കുറച്ച് സമയം പോയി, എവിടെയോ പോയി. പിന്നെ ചില ആൾക്കാർക്ക് എത്ര പഠിച്ചാലും അത്ര എഴുതാനൊന്നും പറ്റില്ല. അപ്പം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഫിസിക്സ് ഒക്കെ എനിക്ക് എന്തോ കുറെ തെറ്റിപ്പോയെന്ന് എനിക്ക് തന്നെ അറിയൂ. അത് ഞാൻ കീമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ 2 മാസത്തോളം പഠിച്ചിട്ടുണ്ട്. കീം എഴുതി എനിക്ക് അവിടെ കിട്ടിയപ്പം എനിക്ക് അറിഞ്ഞൂടാ മെഡിക്കൽ ഇത് കിട്ടുമോ അത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ജോയിൻ ചെയ്തു. എനിക്ക് കീമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ആയതുകൊണ്ട് എനിക്കൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി. അപ്പം അവിടെ പോയി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അപ്പം അവിടെ പോയി സിവിലും അതൊക്കെയല്ലേ, ഫസ്റ്റ് ഇയർ സിവിലും എല്ലാം പഠിക്കണം. അപ്പൊ സിവിലിന് പോയി സിമെന്റ് കുഴയ്ക്കുന്നു, പിന്നെ മെക്കാനിക്കൽ ലാബിൽ പോയി ഓരോന്നും ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഈശ്വര ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട കുട്ടിയായിരുന്നു, എനിക്ക് ഡോക്ടർ ആവണം. അപ്പൊ അവിടെ പോയപ്പോഴാണ് ഞാൻ ചില ദിവസം വന്ന് കരഞ്ഞിട്ടുണ്ട്, ഈശ്വര എനിക്ക് ഡോക്ടറാണ്, അപ്പൊ എങ്ങനെയാലും എനിക്ക് കിട്ടണം. അങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, കരയും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊരു കാലമാണെന്ന് വെച്ചാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അഡ്മിഷന്റെ അലോട്ട്മെന്റ് ആ സമയം വെച്ചൊരു കാലമാണ്. അപ്പൊ ഞാൻ ഇതിൽ ചേർന്നു. അപ്പൊ എനിക്കിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറെ നല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, കറങ്ങാൻ പോകുന്ന ഫ്രണ്ട്സ്, അങ്ങനെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകണം. എനിക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിലാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡ് ഫസ്റ്റ് ഇയർ അങ്ങനെ അനാട്ടമിയുടെ ലാബിലൊക്കെ ഇരുന്ന് ഡിസെക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സിമെന്റ് ഒക്കെ കുഴക്കുന്നത്. അപ്പൊ എനിക്ക് കരച്ചിൽ വന്ന് ഞാൻ തിരിച്ചു വന്നിട്ട് ചില ദിവസമൊക്കെ കരയുമായിരുന്നു. എനിക്കപ്പൊ എങ്ങനെയും ഇവിടെ വന്നാൽ മതി, അപ്പൊ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്കൊന്നും കിട്ടില്ല. അപ്പം സെക്കൻഡ് ആണെങ്കിൽ എനിക്ക് PK ദാസ് കിട്ടി. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എനിക്ക് കിട്ടി. അപ്പൊ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, പ്രൈവറ്റ് കോളേജാണ് അത്. പക്ഷെ എനിക്ക് എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ ഒരു തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഗവൺമെന്റ് കോളേജിൽ കിട്ടുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ചേരാം, പ്രൈവറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എനിക്കിവിടെ പഠിക്കണം അങ്ങനെ. പക്ഷെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ അത്ര ഒരു ധൈര്യമില്ല, കാരണം ഓരോ വർഷം കഴിയുമ്പോഴും കോമ്പറ്റീഷൻ കൂടിക്കൂടി വരുവാണ്. അങ്ങനെ ഫൈനലി ഐ എം എ 3rd year MBBS സ്റ്റുഡന്റ്. സോ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും ഞാൻ കളിച്ചിരിച്ചിങ്ങനെ നടക്കുകയൊക്കെയാണ്. എൻ്റെ ഒരു ഡ്രീമാണ് ഇപ്പൊ നടന്നത്. ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നു. പക്ഷെ ഇത് കിട്ടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് എഞ്ചിനീയറിങ്ങിന് പോയപ്പോൾ എൻ്റെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങൾ സ്റ്റേ ഫോക്കസ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പം ഒരു തവണ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക, അടുത്ത തവണ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു കോൺഫിഡൻസിൽ പോവാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ നീറ്റ് സ്റ്റോറി. എന്ന് വെച്ചാൽ ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അപ്പം എന്നെ പോലെ തന്നെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പം ഡോക്ടേഴ്സിന്റെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയല്ല ഞാൻ. ഇങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്തത്, കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ ദിവസം കരഞ്ഞിട്ടുണ്ട്. ഞാൻ എയിംസ് ഡൽഹിയുടെ ഫോട്ടോ ഒക്കെ വെച്ചാണ് പഠിച്ചത്. എന്നുവെച്ചാൽ എക്സാമിന് ഇത്ര ദിവസം മുമ്പുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ വെട്ടി ഓരോ ദിവസം ഇങ്ങനെ വെട്ടും.
എന്നിട്ട് MCLയുടെ ഫോട്ടോ ഒക്കെ വെച്ച് പഠിച്ച് എന്നിട്ട് അവിടുത്തെ പ്രോഗ്രാം ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ മറ്റേ ഫിൽട്ടർ കോപ്പിയുടെ ഒക്കെ ഇതൊക്കെയില്ലേ, മറ്റേ പ്രിൻസിപ്പൽ ഡെയിൻ അങ്ങനെ അതൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പം എനിക്ക് അതായിരുന്നു ഒരു മോട്ടിവേഷൻ കുറയുമ്പോൾ മോട്ടിവേഷണൽ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പറഞ്ഞെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പൊ ഹോസ്റ്റലാണ് ഇരിക്കുന്നത്, അപ്പം ഇനി ഒരു ഹോസ്റ്റൽ ടൂർ, റൂം ടൂർ അതുപോലത്തെ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് എങ്ങനെയും മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ അതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എന്റെ നീറ്റ് സ്റ്റോറി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി ഇതുപോലത്തെ മോർ വീഡിയോസ് വരുന്നതാണ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ.